തട്ടിപ്പ് ഭൂലോക തട്ടിപ്പാണ്. ഇപ്പോഴത്തെ രീതി പറഞ്ഞ് തട്ടിപ്പാണ്. ബാലഗോപാലൻ കാണിക്കുന്ന മഹാ തന്തലാടിയാണ് ഇത്. ബാലഗോപാലൻ കാണിച്ച മഹാ തന്തലാടിയുടെ അങ്ങനത്തെ തന്തലാടിയാണ്. ഈ അമ്പൂരാക്കിയിട്ട് ഒരു കാര്യമില്ല. ആ തന്നെ ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് പ്രൈസ് അടിക്കുന്നേ ഇല്ല. പത്തനംതിട്ട ജില്ലയ്ക്ക് ഒറ്റ പ്രൈസ് പോലും അടിക്കില്ല. ഫസ്റ്റും സെക്കൻഡും തേർഡ് പോലും അടിക്കുന്നില്ല. മാണിസാറിന്റെ സമയത്ത് ലോട്ടറിക്ക് 2 മണിയാകുമ്പോൾ ആൾക്കാർ കീറിപ്പഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ലോട്ടറി. അത് മുൻ മന്ത്രി തോമസ് ഐസക്കാണ് ഇതിൻ്റെ മുഖ്യ കാരണം. കാരണം അവരുടെ കുറേ ആൾക്കാരുണ്ട്, ലോട്ടറി മാഫിയകളുണ്ട്. അവരുടെ ശിങ്കടികൾക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിർത്തുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഇവിടെ തന്നെ പലരും നിർത്തി. ഞാൻ നിർത്തിയില്ലേ, പിന്നെ പറഞ്ഞ പോലെ വേറെ 2-3 പേര് നിർത്തി. ഒരു സ്നേഹത്തിന്റെ പുറത്തങ്ങ് എടുക്കുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് അവർക്ക് കിട്ടുമെന്നോ നമുക്ക് കിട്ടുമെന്നോ ഉദ്ദേശിച്ച് അവരെടുക്കുന്നതല്ല. പക്ഷെ അവർക്ക് കിട്ടണം, അവർക്ക് കിട്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ആയാൽ നിർത്തേണ്ട അവസ്ഥയാണ്, അല്ലാതെ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് ഇത് താങ്ങത്തില്ല. ഇത് കമ്പനിക്ക് മാത്രം അടിക്കല്ല, സർക്കാരിന് മാത്രമായി ഇപ്പോൾ അടിച്ചോണ്ടിരിക്കുന്നത്. അടിക്കാന്ന് എന്താണെന്ന് അറിയത്തില്ല. പ്രൈസ് ഇല്ല, കിട്ടിയാൽ 50 രൂപയെ കിട്ടത്തുള്ളൂ. സർക്കാരിന് കാശുണ്ടാക്കാൻ വേണ്ടി ഇറക്കും, ജനങ്ങളെ പറ്റിക്കും. അല്ലാണ്ട് നമ്മളൊന്നോ 2 എണ്ണം എടുക്കുന്ന പോലല്ല. ജനങ്ങൾ 12 എണ്ണം വരെ എടുത്തു. 12, 15, 24 എണ്ണം വരെയൊക്കെ എടുക്കുന്ന ജനം ഇപ്പോൾ ഒരെണ്ണം പോലും പറ്റിച്ചെടുക്കുന്നത് വലിയ പാടുപെട്ട. കേരള സർക്കാരിന്റെ ലോട്ടറി വിലവർദ്ധനവിൽ ഇപ്പോൾ വളരെയധികം ആളുകളാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ്. നിരവധി ആളുകളാണ് ലോട്ടറി വിലവർദ്ധനവിനെതിരെ ഇപ്പോൾ ശക്തമായി തന്നെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് ശക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ഇത് സർക്കാരിന്റെ ഏറ്റവും നീചമായ ഒരു പ്രവൃത്തിയാണ്. സർക്കാർ തന്റെ ഖജനാവിലേക്ക് മാത്രം സമ്പാദ്യം വളരെയധികം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത വളരെ നീചമായ പ്രവൃത്തി. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായി തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. അവരുടെ പ്രതികരണത്തിലൂടെ സർക്കാർ ഇതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ജനങ്ങളുടെ പ്രതികരണം നമുക്കറിയാം. ചേട്ടാ, ഈ ലോട്ടറി വിൽപ്പനയിലും അതുപോലെ തന്നെ ലോട്ടറിയുടെ വിലയിലും വരുന്നൊരു മാറ്റം ഉണ്ടല്ലോ, അത് സാധാരണക്കാരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടന് ഇതിനു മുമ്പ് ലോട്ടറി വിറ്റ ഒരാളെന്ന നിലയിലും ഇപ്പോൾ എടുക്കുന്ന ഒരാളെന്ന നിലയിലും നന്നായിട്ട് ഇതിനെപ്പറ്റി അറിയാം. അപ്പൊ ചേട്ടൻ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പോഴത്തെ ലോട്ടറി കച്ചവടം നഷ്ടമാണ്, ഭൂലോക കളിപ്പീരാണ്. കാരണം മാണി സാറിൻ്റെ സമയത്ത് UDF ഭരണകാലത്ത് നല്ല രീതിയിൽ ഓടിക്കുന്ന പ്രസ്ഥാനമായ ലോട്ടറി ഇപ്പം അത് വേറും കുളമാക്കി കളഞ്ഞു. അത് മുൻ മന്ത്രി തോമസ് ഐസക്കാണ് ഇതിൻ്റെ മുഖ്യ കാരണം. അന്ന് മാണി സാറിൻ്റെ സമയത്ത് ക്യാൻസർ രോഗികൾക്ക് നല്ല രീതി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അന്ന് 50 രൂപ ആക്കിയായിരുന്നു ഐസക്ക് ഇടുന്ന സമയത്ത്. അന്ന് ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കി, അത് കുറച്ചു. ഇപ്പം 40 രൂപയിലാക്കി. അപ്പോൾ ഒരുവിധം നല്ല രീതി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു കാരണമില്ലാതാണ് ഇപ്പോൾ 50 രൂപ ആക്കി വെക്കുന്നത്. ഇപ്പം അതല്ല, പ്രൈസും ഇല്ല. ഇപ്പോൾ 1 കോടി രൂപ ഫസ്റ്റ് അടിച്ചെങ്കിൽ 8,000 രൂപ പ്രോത്സാഹന സമ്മാനമായിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് വെട്ടിക്കുറച്ചു, 5,000-ലാക്കി. 2,000 എടുത്ത് കളഞ്ഞു, 200 എടുത്ത് കളഞ്ഞു. പിന്നെ എന്താ ഇവർ 50 രൂപ പ്രൈസ് ഉണ്ടാക്കിയിട്ട് ഉദ്ദേശം ഉണ്ടോയെന്ന് ഒരു പിടിയില്ല. ഈ 50 രൂപ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഭിക്ഷ കൊടുക്കുന്നുണ്ടല്ലോ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ 50 രൂപ മടക്കി ഒരു ടിക്കറ്റ് എടുത്തു. ഈ 50 രൂപ മടക്കി ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് ആ 50 രൂപ എൻ്റെ കയ്യിൽ എനിക്ക് കാപ്പ് കുടിക്കരുത്. ഒരു കടി ഒരു ചായയും കുടിക്കുമ്പോൾ 30 ആവത്തുള്ളൂ, അല്ലെ 40 ആയിക്കോട്ടെ. അപ്പോഴും 10 രൂപ എൻ്റെ ഇരിക്കും. വെറുതെ എന്താണ് ഈ 50 രൂപ കൊണ്ട് കൊടുക്കുന്നത്? നമുക്ക് ഇപ്പം സാധാരണ ഞാൻ ലോട്ടറി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു 5,000 രൂപ അത്യാവശ്യമുണ്ട്. എനിക്ക് കോടികളോ ലക്ഷങ്ങളോ ഒന്നും വേണ്ട. ഈ രണ്ടാം സമ്മാനം 75 ലക്ഷം 70 ലക്ഷം 50 ലക്ഷം തന്നെ കൊടുക്കുന്നേ. അതൊരു 5,000-ലാക്ക്. 5,000-ൽ 2,000 ആക്കി കൊടുക്കുക. ഇപ്പം പൊതുജനങ്ങൾ ഇതെടുക്കും. മാണി സാറിൻ്റെ സമയത്ത് ലോട്ടറിക്ക് 2 മണിയാകുമ്പോൾ ആൾക്കാർ കീറിപ്പഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ലോട്ടറി എടുക്കാനൊക്കെ ഉണ്ട്. അന്ന് 7 സീരിയലേ ഉള്ളൂ. ഇന്നത് 12 കഴിഞ്ഞിട്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്നൊരു ഇതായി. അതാണ് ഈ പിണറായി സർക്കാരിൻ്റെ നേട്ടം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പേര്, ഞാനും ലോട്ടറി കച്ചവടം ചെയ്ത വ്യക്തിയാണ്. എൻ്റെ നിന്ന് ഒരുപാട് ഞാൻ വേറെ ആളുടെ കൈ കിടന്ന ചെയിൻ കൊണ്ട് പണയം വെച്ചിട്ട് 5,000 രൂപ എടുത്താണ് ലോട്ടറി കച്ചവടം എടുത്തത്. ആടും മധുവിൻ്റെ അവിടെ നിന്നാണ് ലോട്ടറി എടുത്തുകൊണ്ടിരുന്നത് കച്ചവടത്തിന്. അവിടെയും പ്രൈസ് ഇല്ല. ഞാൻ കൊടുക്കുന്ന ടിക്കറ്റിന് 4 ബുക്ക് എടുക്കും. പിന്നെ 100 120 പിന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 പ്രാവശ്യം 30 60 കയ്യിൽ നിന്ന് കൈ പൊള്ളി. വല്ലവരും സാധനം എടുത്ത് കൊടുക്കണ്ടേ? ഞാൻ അങ്ങനെ നിർത്തി. ഞാൻ ഇപ്പം വേറെ പണിക്ക് പോയിട്ട് അത് സാധനം എടുത്തു കൊടുത്തു. അപ്പോൾ എനിക്ക് അതിനകത്ത് നേട്ടം എന്തു? ഒരു ഗതിയും പരഗതി ഇല്ലാഞ്ഞിട്ടാണ് ഈ പാവങ്ങൾ ഈ പണിക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നീക്കം. ഇതിൻ്റെ കളിപ്പീരാണ്, ഭൂലോക കളിപ്പീരാണ്. ഇപ്പം ഞാൻ മിനിഞ്ഞാണ്
ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അടിക്കാത്തതിന് അടൂർ ചെന്നിട്ട് 1200 ടിക്കറ്റ് എടുത്തു. ഒരു 100 രൂപ പ്രൈസ് എനിക്ക് കിട്ടിയിട്ടില്ല. 100 രൂപ പ്രൈസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്നലെ വേറെ ആളുടെ നിന്ന് ഞാൻ 6 ടിക്കറ്റ് എടുത്തു. ഒരു 100 രൂപ അതിനകത്തും ഇല്ല. പോട്ടെ 50 പോട്ടെ, 100 പോട്ടെ 50 കിട്ടണ്ടേ, അതും ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭൂലോക കളിപ്പീരാണ്. കാരണം അവരുടെ കുറേ ആൾക്കാരുണ്ട്, ലോട്ടറി മാഫിയകളുണ്ട്. അവരുടെ ശിങ്കടികൾക്ക് പിന്നെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന നമ്പറുകൾ മാത്രമേ മെഷീനകത്ത് കയറ്റി വെക്കത്തുള്ളൂ. അതായത് ഇപ്പോൾ ലോട്ടറി മുഴുവൻ തട്ടിപ്പാണെന്നാണ് ചേട്ടാ. തട്ടിപ്പ്, ഭൂലോക തട്ടിപ്പാണ്. ഇപ്പോഴത്തെ രീതി പോകുന്നത് തട്ടിപ്പാണ്. ഇത് പിച്ചച്ചട്ടി കയറ്റുവാരുടെ ലക്ഷണമായി ഈ പിണറായി സർക്കാർ കാണിക്കുന്നത് കംപ്ലീറ്റ്. പിന്നെ അവരുടെ പുള്ളിക്ക് ഓശാനപ്പെടുന്ന ആൾക്കാരുണ്ട്, CITUവിൻ്റെ കുറേ നേതാക്കം തൊഴിലാളികളുണ്ട്. അവരാണ് ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അല്ലാതെ ജനങ്ങളെ നന്നാക്കാനോ ഒന്നുമല്ല. ഇത് ഭൂലോക കളിപ്പീരാണ് ഇത്. അതായത് സാധാരണ ജനങ്ങൾക്ക് പഴയ ഒരു ഊർജ്ജം വരുന്നില്ല, ഒരു ഊർജ്ജം എടുക്കാൻ വരുന്നില്ല. ഇപ്പം തന്നെ ഞാൻ പോയി എടുക്കേണ്ട, ഞാൻ ഡെയിലി ഞാൻ ഒരു 1000, 500, 1000 രൂപ ടിക്കറ്റ് എടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം എടുക്കുന്നില്ല. ഇപ്പോൾ 1 അല്ല 2, അതിൽ കൂടുതൽ എടുക്കത്തില്ല. എനിക്ക് പൈസയില്ല, മനസ്സിലേ. ഞാനിപ്പം വല്ലവനും പണിക്ക് പോയിട്ട് രാത്രി ഉടക്കാൻ പോയിട്ടൊക്കെയാണ് ഞാൻ ഈ പൈസ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. നമുക്കൊരു 5000 രൂപ കിട്ടുമെന്നുള്ള കണക്കൂട്ടില്ലല്ലേ. ഒരു 5000 രൂപ അല്ല ഒരു 1000 രൂപ കിട്ടുമോ? അതിന് വേണ്ടിയില്ല നമ്മൾ 50 രൂപ മുടക്കുന്നത്, അല്ല 40 രൂപ, അല്ല 100 രൂപ മുടക്കുന്നത്. 5000 രൂപ അല്ല, നമുക്ക് ലക്ഷങ്ങൾ കോടികളെ വേണ്ടിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാർ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ 5000 ഒരു 36,000 ആക്കണം, മനസ്സിലേ. 12 36,000 ആക്കണം. ഒരു 25 2000 ആക്കണം. 70,000 ആക്കണം. അതായത് വലിയ ക്യാഷ് പ്രൈസ് കുറച്ചിട്ട് അത് തന്നെ വലിയ ഇത് കുറച്ചുകൊണ്ട് വെറുതെ 2 സമ്മാനം എന്തിനാ 75, 70, 50 ലക്ഷം കൊടുക്കുന്ന എന്തിനാ? ഇതാർക്ക് കിട്ടുന്നുണ്ട്? ആ തന്നെയല്ല ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് പ്രൈസ് അടിക്കുന്നേ ഇല്ല. പത്തനംതിട്ട ജില്ലയ്ക്ക് ഒറ്റ പ്രൈസ് പോലും അടിക്കുന്നില്ല. ഫസ്റ്റും സെക്കൻഡും തേർഡ് പോലും അടിക്കുന്നില്ല. ഇതിന് ചെയ്യാനൊക്കെ ഉണ്ടോ? ഇതെല്ലാം വടക്കൻ ജില്ലകളാണ് അടിക്കുന്നത്. വടക്കൻ ജില്ലകളാണ് ഇതിൽ മൊത്തം അടിക്കുന്നത്. ഇവിടെ അല്ല അടിക്കുന്നത്. ഞാൻ പറഞ്ഞ അവരുടെ കുറേ പിന്നെ ലോട്ടറി മാഫിയകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇവർ സർക്കാർ ഇപ്പം നീന്തി കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല പൊതുജനത്തെ നന്നാക്കാനൊന്നുമല്ല. പൊതുജനത്തെ നിന്ന് കൈയിട്ട് വാരി അങ്ങോട്ട് കൊടുക്കുകയാണ്. അതായത് പണ്ട് നമുക്ക് മാണിസാറിന്റെ കാലത്ത് ഈ ലോട്ടറിയുടെ കാശ് കൊണ്ട് നമുക്കായിരുന്നു ഉപകാരം. നമുക്ക് ഉപകാരം ഉണ്ടായിരുന്നു, സർക്കാരിന് ഉപകാരം ഉണ്ടായിരുന്നു. സർക്കാർ നഷ്ടത്തിൽ ഓടത്തില്ലല്ലോ. അന്ന് 30 രൂപ ടിക്കറ്റേ ഉള്ളൂ വില. ഒരു ടിക്കറ്റ് 30 രൂപയേ ഉള്ളൂ. അന്ന് പിന്നെ 35,000 ഉണ്ടായിരുന്നു. 35,000 കൊടുത്തത് ഇപ്പം 18,000 എന്നിട്ട് 50 രൂപ 20 രൂപ കൂട്ടിയിട്ട്, മനസ്സിലേ. ഈ പോലീസുകാർ സമ്മാനം 8,000 രൂപ കൊടുത്തിട്ട് ഇപ്പോൾ അതേ 3000 വെച്ച് വെട്ടിക്കുറച്ചു. 11 സീറ്റുകളുടെ 3000 വെച്ച് എത്ര രൂപ മാറി? പിന്നെ ഇവർ എന്ത് 50 രൂപ 50-100 കൊടുക്കുന്ന ഉദ്ദേശം എന്തോ? അതിൽ കണക്കാക്കേണ്ടത്. ഇത് പൊതുജനം വെറും കഴുതയല്ലെന്ന് ഇവരൊന്ന് മനസ്സിലാക്കണം. അത് എടുക്കാതിരുന്നാൽ മതി കഴിഞ്ഞാൽ ഒരു കാല് വയ്യാത്ത, കൈ വയ്യാത്ത, കണ്ണ് വയ്യാത്ത ഒരാൾ ഒരു ടിക്കറ്റ് കൊണ്ട് നീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നു വെച്ചു. പക്ഷേ അവരുടെ പ്രയാസം അത് കാണുമ്പോൾ വേറൊരു തൊഴിലിന് നിവൃത്തിയില്ല. കൈയില്ല, കാലില്ല, കണ്ണില്ല. അവരെ സഹായിക്കുക എന്നുള്ളേ ഉള്ളൂ. നമുക്ക് കിട്ടി പോലും കിട്ടിയില്ല, അത് മറ്റൊരു സത്യമാണ്. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ലോട്ടറി വിൽക്കുന്നവരെ അറിയാം. പ്രായമായ സ്ത്രീകള്, വയ്യാത്തവര്. ഞാൻ ലോട്ടറി എടുക്കുന്ന കാല് വയ്യാത്ത 2 പേരുണ്ട്. അവരെ ലോട്ടറി എടുത്ത് നമുക്കത് കിട്ടി പോലും കിട്ടിയില്ല പോലും. ഞാൻ ഇന്നും കണ്ട ഒരാളുടെ കാല് വയ്യാത്ത നമ്മളെ സ്ഥിരം വിളിക്കും. പിള്ളേർ നമ്പർ എന്തെങ്കിലും ഉണ്ട്. പിള്ളേർ ഞാനിപ്പോൾ 2 എടുത്ത് വെച്ചേക്കുക, പൈസ കൊടുത്തിട്ടില്ല, മനസ്സിലേ. അത് ഞാൻ നാളെ മറ്റുള്ള എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് അപ്പോൾ കിട്ടിയെങ്കിൽ നമ്മൾ പുള്ളിയുടെ കൊടുത്ത് മാറും. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയും പണിക്ക് പോയിട്ട് വന്നിട്ട് ആ 100 രൂപ കൊണ്ട് കൊടുക്കും. അതായത് ഇത്തരത്തില് വേറെ പണിക്ക് പോകാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഉപജീവന മാർഗം. അതാണ് ഈ സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നത്. അതാണ് ഈ സർക്കാർ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഒരുപാട് പേര് ഇപ്പൊ ലോട്ടറി നിർത്തേണ്ട ഒരു അവസ്ഥ നിർത്തുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഇവിടെ തന്നെ പലരും നിർത്തി. ഞാൻ നിർത്തിയില്ലേ എന്ന് പറഞ്ഞ വേറെ 2-3 പേര് നിർത്തി. കാരണം കൈക്കാശ് പോക്കാണ്, കടമാണ്, മൊത്തം കടം. അവിടെ ദിവസം അവിടെ നിന്ന് കടം വാങ്ങിക്കുന്നത്. ഇന്ന് നമ്മൾ 1000 രൂപ ഒരാളുടെ കടം മറിച്ചെങ്കിൽ നാളെ നമ്മൾ തിരിച്ചു കൊടുത്താലേ കിട്ടുള്ളൂ. ഇന്നലെ മറ്റാൾ കിട്ടത്തുള്ളൂ. അത് കയ്യിൽ നിന്ന് അടിച്ചില്ലെങ്കിൽ അതും പോയി. അങ്ങനെ ഒരു ഭയങ്കര പ്രയാസത്തിലാണ് ഈ ലോട്ടറി കച്ചവടക്കാരുടെ ജീവിതവും ഇതെടുക്കുന്നവരുടെ ജീവിതവും. ഇത് അവരുടെ മാഫിയകൾക്ക് കുഴപ്പമില്ല. അവർ കൈയിട്ട് വാരി 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 ഇത് ബാലഗോപാലൻ കാണിക്കുന്ന മഹാ തന്തലാടിയാണിത്. ബാലഗോപാലൻ കാണിച്ചത് മഹാ തന്തലാടിയുടെ അങ്ങനത്തെ തന്തലാടിയാണ്. ഈ 50 രൂപ ആക്കിയിട്ട് ഒരു കാര്യമില്ലായിരുന്നു.
അത് മാത്രമല്ല പ്രൈസും കൃത്യമായിട്ട് എത്തിക്കാത്തത് വളരെ അതെ മോശം. അതെ അത് തന്നെ. അപ്പം ഇതിനെതിരെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പഴയ പോലെ ആക്കണമെന്നാണോ അതോ പ്രൈസിന്റെ എണ്ണം കൂട്ടണോ? എന്താണ് ഇപ്പൊ പൈസയുടെ? ഇപ്പൊ നമ്മളിപ്പോ ഈ കൂട്ടിയ ചാർജ് കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ 40 ആയിക്കോ, 40 ആയിക്കോ, നല്ല പ്രൈസ് ആകും കൂട്ട്. ഉം. ഞാൻ പറയാം 5000 ഒരു 36,000 ആക്ക്. ഉം. ഈ 18 1000 പിന്നെ 18 കൂട്ട്. ഇപ്പൊ 18 കൊടുക്കുന്നില്ലേ? ഉം. ആ പഴയ 18 18 കൂട്ട് 36 ആക്ക്. ഓക്കെ. ഒരു 25 50 2000 ആക്ക്. ഒരു 70,000 ആക്ക്. ഈ 50 രൂപ പ്രൈസ് എടുത്ത് ദൂരെ കള. എന്ത് തന്നെയാണ് ഈ 50 രൂപ പ്രൈസ്? തീർച്ചയായും. അതാണ് ഈ ചോദിക്കുന്നത്. അതുപോലെ ഈ 100ന്റെയും വേണ്ട കാര്യമില്ല. 100ഉം 50ഉം വേണ്ട. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 40 50 രൂപ മുടക്കി 100 ഇട്ടിട്ട് എന്താ പറയുന്നത്? എന്തു അതുമില്ലല്ലോ. ലാസ്റ്റ് ഏറ്റവും കുറഞ്ഞ 250 രൂപ ആക്കണം. ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഏറ്റവും കുറഞ്ഞ 250 രൂപ ആക്കണം. ഏതായാലും 50 രൂപ കിട്ടുന്നുണ്ടല്ലോ. അപ്പം അവൻ്റെ നമ്മളിപ്പോൾ 250 രൂപ അടിച്ചു. ആ 250 രൂപ 2 ടിക്കറ്റ് 150 നമ്മളെ കിട്ടും. അത് നമുക്ക് സന്തോഷം. അതേപോലെ അല്ലെങ്കിൽ 5 ടിക്കറ്റ് എടുക്കാനുള്ള കാശ് ആയല്ലോ. അതും അവന് കച്ചവടക്കാർക്ക് ലാഭം അതാ. കച്ചവടക്കാർക്ക് ലാഭം അതാണ്. ഇത് പ്രൈസ് കൂട്ടണം. ഇത് പ്രൈസ് കൂട്ടിയില്ലെങ്കിൽ ടിക്കറ്റ് പോകത്തില്ല. ടിക്കറ്റ് പോകത്തില്ല. എല്ലാം തന്നെ കിടക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ 30 ടിക്കറ്റ് കുറച്ച് 60 ടിക്കറ്റ് കുറച്ചാണ് എടുത്തേക്കുന്നത്. 60 ടിക്കറ്റ് കുറച്ചെന്ന് പറയുമ്പം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലെങ്കിൽ, പ്രൈസ് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പോത്തേ ഉള്ളൂ. നമ്മൾ വെയിലത്തിരിക്കുന്ന ഇത് പോത്തേ ഉള്ളൂ. അപ്പം നേരത്തെ 40 രൂപയായിരുന്നു ഇപ്പം പ്രൈസ് ഉണ്ടായിരുന്നു. ഇപ്പം 50 ആയപ്പോൾ ഒരു പ്രൈസും ഇല്ല. 50 100 അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ എടുക്കുന്നവർക്ക് 50 100 കിട്ടിയിട്ട് കാര്യമില്ല. എല്ലാവരും 500ഉം 5000 ആയി നോട്ടം. അത്രയായാലും കിട്ടണം. 10 12 ടിക്കറ്റ് എടുക്കുന്നവർ ഇപ്പം 3 4 ടിക്കറ്റിൽ ഒതുക്കി. അതാണ് വിഷയം. അപ്പോഴത്തേക്ക് ഇപ്പൊ നല്ല രീതിയിൽ കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് വേണം നമുക്ക് ഇതെല്ലാം പോകാൻ. പെട്രോൾ അടിക്കണം, എല്ലാം വാടക, കറണ്ട് ചാർജ്, കട എടുത്തിട്ടുണ്ട്, വാടക, കറണ്ട് ചാർജ് എല്ലാം ഇതിനകത്ത് വേണം പോകാൻ. പക്ഷേ അതിനുള്ളത് കിട്ടുന്നില്ല. നേരത്തെ പണ്ട് സ്ഥിരമായിട്ട് മേടിച്ചോണ്ടിരുന്നവർ പോലും ഇപ്പം സ്ഥിരമായിട്ട് മേടിക്കുന്നത് പോലും 2 3 ആയിട്ട് ഒതുക്കി. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് അവര് മടിയാ എടുക്കാൻ. പിന്നെ ഇത് ഇരിക്കുന്ന കാണുമ്പോൾ അങ്ങ് എടുക്കുന്നുള്ളതേ ഉള്ളൂ. ഒരു സ്നേഹത്തിന്റെ പുറത്ത് അങ്ങ് എടുക്കുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് അവർക്ക് കിട്ടുമെന്നോ നമുക്ക് കിട്ടുമെന്നോ ഉദ്ദേശിച്ച് അവർ എടുക്കുന്നതല്ല. പക്ഷെ അവർക്ക് കിട്ടണം. അവർക്ക് കിട്ടാതിരിക്കാൻ പറ്റത്തില്ല. ചേട്ടന്റെ പേരെന്താണ്? അഖിൽ മോഹൻ. ചേട്ടനപ്പം ഈ ജോലി അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു ലോട്ടറി ഇതേപടി തുടർന്ന് കഴിഞ്ഞാൽ ഇത് നിർത്തേണ്ട അവസ്ഥയാണ്. നിർത്തേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ ആയാൽ നിർത്തേണ്ട അവസ്ഥയാണ്. അല്ലാതെ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് ഇത് താങ്ങത്തില്ല. വേറൊന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങിയത്. അതെ. അപ്പൊ അവരുടെ എല്ലാവരും വയറ്റ് തടിച്ച പോലെ ആയിപ്പോയി. തിരിച്ച് അതേപോലെ പ്രൈസും തിരിച്ചു കൊണ്ടുവരണം. പ്രൈസ് തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. കഴിഞ്ഞു ആദ്യം തുടങ്ങിയപ്പം 2 മണിക്കായിരുന്നു. പിന്നെ അത് 3 മണിക്ക് ആക്കിയെന്ന് പറഞ്ഞാലും പ്രൈസ് ഇല്ലല്ലോ. പ്രൈസ് ഇല്ല. ഈ 50 100ഉം ഒക്കെ അടിച്ചിട്ടും കാര്യമില്ല. പ്രൈസ് കൂട്ടണമെന്നുള്ളതാണ് പ്രധാനം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു വഴിയാധാരാകേണ്ട വരും. അത്രേ കണ്ടാൽ തന്നെ നമുക്കറിയാം. ഇപ്പം ഏറ്റവും ഒരു പണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു തട്ടായിരുന്നു. ഇപ്പൊ വളരെ അതേ ഉള്ളൂ. അതും ഇത്ര നേരമായിട്ട് പോയിട്ടില്ല. തീർച്ചയായിട്ടും 1 മണി വരെ ഇരുന്നാൽ ഈ 50ന്റെ ആയതുകൊണ്ട് ആരും 1ഉം 2ഉം ഒക്കെ എടുക്കത്തുള്ളൂ. അല്ലാതെ ഒന്നിച്ച് കൊണ്ടുപോകത്തില്ല. പിന്നെ ലാസ്റ്റ് ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോയെങ്കിലേ ഉള്ളൂ. എന്താണെങ്കിലും എല്ലാം പഴയപടി ആകട്ടെ. ചേട്ടനും നല്ല കച്ചവടമൊക്കെ തിരിച്ച് കിട്ടട്ടെ. നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എല്ലാ ലോട്ടറിക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നേക്കും. സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്നതാണോ? സ്ഥിരമായിട്ട് എടുത്തോണ്ടിരുന്നതാ. ഇപ്പൊ എടുക്കുന്നില്ല. വില കൂട്ടിയതുകൊണ്ടോ? വില കൂട്ടിയോണ്ട് തന്നെയല്ല, പ്രൈസ് ഇല്ല. അതുകൊണ്ട് പ്രൈസ് ഇല്ല. അപ്പം എത്ര നേരത്തെ എടുത്തോണ്ടിരുന്നപ്പം അടിക്കാറുണ്ടായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും അടിക്കാത്തതോ? ഇല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ടിക്കറ്റിന്റെ ഇതായിരിക്കും. അല്ലെങ്കിൽ അവര് ഈ വിൽക്കുന്ന ടിക്കറ്റ് ആണെങ്കിലും അവരുടെ കയ്യിലിരുന്ന് അടിക്കുന്നതായിരിക്കും. ഒന്നില്ല. അതുകൊണ്ടായിരിക്കും ജനങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല. ഉറപ്പ് തന്നെ. ഇത് സർക്കാരിന്റെ ഒരു അതുകൊണ്ട് തന്നെയാണ്. ഇതിനെതിരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഒന്നില്ലാതെങ്കിൽ ജനങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കുക ഈ സാധനം എടുക്കലില്ലെന്നുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ സർക്കാർ അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണം. ഇതിപ്പോ എന്തൊക്കെ മാറ്റമാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത് സാധാരണക്കാരൻ എന്ന നിലയിൽ? സാധാരണക്കാരന് ഇതിനുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇതിന്റെ ടിക്കറ്റ് വില അല്ലെങ്കിൽ 40 തന്നെ ആക്കുകയൊക്കെ ഉണ്ടെങ്കിൽ പ്രൈസ് ഒന്നെങ്കിൽ കൂട്ടിക്കൊടുക്കുക. എന്നാൽ കൊടുത്താൽ തന്നെ പോരാ. ഇത് കമ്പനിക്ക് മാത്രം അടിക്കല്ലേ. ഇതെന്ന് പറഞ്ഞാൽ സർക്കാരിന് മാത്രമായി ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ലോട്ടറി എടുക്കുന്ന ആൾക്കും പിന്നെ ഇത് കൊടുക്കുന്നവർക്കും അല്ലെങ്കിൽ വിൽപ്പന കൂടുതലും കുറവായിട്ട് വരും. അല്ലല്ലേ? അതെ. അപ്പം ഈ ഒരു ലോട്ടറി വിൽപ്പന ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം ലോട്ടറി വിൽപ്പനയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയല്ല, സർക്കാരിന് വേണ്ടിയാണ്. 50 രൂപ പ്രൈസ് നിർത്തിയേച്ച് 1000 5000 വല്ലതും ആക്കണം. ആ. ചേട്ടൻ സ്ഥിരമായിട്ട് എടുക്കാറുണ്ടോ? സ്ഥിരമായിട്ട് എടുക്കുന്ന 10,000 രൂപയുടെ ഡെയിലി എടുക്കുന്ന. ഇപ്പോൾ അത് കുറച്ചേക്കുവാ. ആണല്ലേ? ആ. എത്രത്തോളം കുറച്ചു ഇപ്പോൾ? ഇപ്പോൾ ഒരു 10 എണ്ണം 5 എണ്ണം ഒക്കെ എടുക്കുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഇത് അടിക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? അടിക്കാന്ന് എന്താണെന്ന് അറിയത്തില്ല, പ്രൈസ് ഇല്ല. പൈസ ഇല്ല. കിട്ടിയാൽ 50 രൂപയെ കിട്ടത്തുള്ളൂ. അതായത് 50 രൂപയുടെ ലോട്ടറിക്ക് 50 രൂപ സമ്മാനം. 50 ചുരുക്കമല്ലയോ? 10-500 രൂപയുടെ എടുക്കുമ്പോൾ 50 രൂപ കിട്ടുന്നു. അതായത് 500 രൂപയുടെ എടുത്താൽ ഒരു 50 രൂപ തിരിച്ച് കിട്ടുന്നുള്ളൂ. കിട്ടുന്നു, അതും ചുരുക്കമാ. അപ്പൊ അതിനകത്ത് എതിരെ ഇതിപ്പോ എന്തുകൊണ്ടായിരിക്കാം സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് തോന്നുന്നുണ്ടോ? സർക്കാരിന് കാശുണ്ടാക്കാൻ വേണ്ടി ഇറക്കുന്നു, ജനങ്ങളെ പറ്റിക്കും, അല്ല എന്തോ. തീർച്ചയായിട്ടും ചേട്ടനിങ്ങനെ ഒരു എന്താണ് ആവശ്യം ഈ ലോട്ടറിയിൽ നിന്നും? അതായത് തിരിച്ച് എത്തേണ്ടത് ആവശ്യമായിട്ട് തോന്നില്ലേ? 5000 1000 കൊടുക്കണം, പ്രൈസ് കൂട്ടണം, ക്യാഷ് പ്രൈസ് കൂട്ടണം. ആ. സെക്കൻഡ് ഒക്കെ ഈ ഒരു 75 ലക്ഷം എത്തിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, അല്ലെങ്കിൽ അതൊക്കെ കുറയ്ക്കണം. സെക്കൻഡും ഫസ്റ്റും ഒക്കെ കൂട്ടിക്കൊണ്ട് കാര്യമില്ല, ചെറിയ പ്രൈസുകൾ കൂട്ടണം. അതാണ് സാധാരണക്കാരൻ്റെ ആവശ്യം അതാ. 2000 1000 5000 ഇതൊക്കെ കൂട്ടണം. ആ. അതാണ് ആവശ്യം. ഈ 100-ന്റെ ആയാലും 50-ന്റെ ആയാലും നിർത്തിയാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ പ്രൈസ് മാറ്റാനുള്ള തീരുമാനമാക്കി എന്നാണ് പറയുന്നത്. മാറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ലോട്ടറി അടിച്ചത് വല്ലതും കുറെ കാണും. ഇത്ര ദിവസത്തേക്ക് വരെ സ്റ്റോക്ക് കാണും, അത് ആ ഡേറ്റ് വെച്ചായിരിക്കുമല്ലോ. അപ്പൊ ആ റേറ്റ് വെച്ചിട്ട് വേറെ മാറ്റാനുള്ള തീരുമാനം സർക്കാർ പറയുന്നുണ്ട്. അതിന് പ്രൈസ് കൂട്ടുകയും തുക കുറയ്ക്കത്തില്ല എന്തായാലും. 50 രൂപയിൽ നിന്നും കുറയാൻ വഴിയില്ല. 40 രൂപ ടിക്കറ്റ് ആകുമ്പോൾ 10-100 എണ്ണം പോകുന്നിടത്ത് ഇപ്പോൾ 50 എണ്ണം പോലും പോകുന്നില്ല. ടിക്കറ്റ് തീരെ കച്ചവടം തീരെ മടുപ്പാണ്, പ്രൈസും തീരെ കുറവാണ്. ഇതിനകത്ത് പ്രൈസ് വരുവാണെങ്കിൽ ചിലപ്പോൾ ജനങ്ങൾക്ക് ഒരു താല്പര്യമായാൽ പ്രൈസ് കൂട്ടി കിട്ടുന്നുണ്ട് എന്നൊരു താല്പര്യമായി കഴിഞ്ഞാൽ 5000-ൻ്റെതോ 2000-ൻ്റെയോ ഒക്കെ പ്രൈസ് കൂട്ടുവാണെങ്കിൽ ജനങ്ങൾക്കൊരു തൃപ്തി വരണമല്ലോ. ജനങ്ങളാണല്ലോ ഇത് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ 1-2 എണ്ണം എടുക്കുന്ന പോലല്ല. ജനങ്ങൾ 12 എണ്ണം വരെ എടുത്തുകൊണ്ട് 12, 15, 24 എണ്ണം വരെയൊക്കെ എടുക്കുന്ന ജനം ഇപ്പോൾ ഒരെണ്ണം പോലും കത്തിച്ചെടുക്കുന്നത് വലിയ പാടുപെട്ടാ. ആ സർക്കാരിനോടൊരു ചെറിയ വിരോധം പോലെ ഇത് മാറ്റുമെന്നാണ് തീരുമാനം. കഴിഞ്ഞൊക്കെ പറയുന്നത് കേട്ടു. ഇങ്ങനെ വ്യാപാരി വ്യവസായികളോ അവർ സർക്കാരും എല്ലാം കൂടെ ചർച്ച വല്ലതും ചെയ്ത് കാണും. ചെയ്തിട്ട് അവരിത് മാറ്റി പ്രൈസും എല്ലാം കൂടെ കൂട്ടിക്കൊടുക്കാനുള്ള ഒരു തീരുമാനം